Hi all, good morning. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ വേവ് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ എക്സ് ആൻഡ് ടി ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. X and T are independent variables. Y is a dependent variable. Y is a dependent variable. ഓക്കെ, അപ്പൊ നമ്മൾ വേവ് ഇക്വേഷനിൽ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. y വിത്ത് റെസ്പെക്ട് ടു t സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. y വിത്ത് റെസ്പെക്ട് ടു x സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. സോ ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എക്സും ടിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്. ടി ടൈം ആണ് ഉദ്ദേശിക്കുന്നത്, എക്സ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവും, ടൈമിലും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോ എക്സും ടിയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വേരി ചെയ്യുക, ടൈമിനെ ഡിപെൻഡ് ചെയ്തിട്ടല്ല ലെങ്ത് വേരി ചെയ്യുക. അപ്പൊ എക്സ് ആൻഡ് ടി ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് വൈ ഈസ് ഡിപെൻഡ്സ് ഓൺ എക്സ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, വേവ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് y. Okay, അപ്പൊ y is depends on x and t. Y is depends on x and t. അത് y at x ഡിസ്റ്റൻസിൽ ആ സ്ട്രിങ്ങിന് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, അതാണ് y. അപ്പൊ അത് ഡിപെൻഡ്സ് ഓൺ ടൈമിനെ ഡിപെൻഡ് ചെയ്യും, എക്സിനെയും ഡിപെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ദിസ് പി ഡി ഇ സെക്കൻഡ് ഓർഡർ പി ഡി ഇ. ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ പി ഡി ഇ. Second order PDE with x and t are independent variables and y is a ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന്റെ സൊല്യൂഷന്റെ ഫോം എങ്ങനെയായിരിക്കും, ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, എങ്ങനെയാണ് ഒരു വേവ് ഇക്വേഷൻ ഫോം ചെയ്യുക, അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു സെക്കൻഡ് ഓർഡർ വേവ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, അപ്പൊ വേവ് ഇക്വേഷൻ പറഞ്ഞാൽ ഈ ഫോമിലായിരിക്കും വേവ് ഇക്വേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ വേവ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഒബ്റ്റെയിൻ the solution of the wave equation. Obtain the solution of the wave equation. Dou square y by dou t square equal to a square into dou square y by dou x square using method of separation of variables. Method of separation of variables നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട്, ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്താണ് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ? നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ജനറൽ സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. This is the question. Obtain the solution of the wave equation. Dou square y by dou t square equal to a square into dou square y by dou x square using method of separation of variables. Okay. അപ്പൊ നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ, അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആകുമ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വിചാരിക്കും. സൊല്യൂഷൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്, ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യും അല്ലെ. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ യു ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഓഫ് വൈ എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ y എടുക്കുകയാണ്. അപ്പൊ y ആണ് ഇവിടുത്തെ നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ടി ഓഫ് ടി.
capital X of x into capital T of t. Okay, where x is a function of x only, എന്തിനാ സാർ ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് വിചാരിക്കുക. ഓക്കെ, എക്സ് ഓൺലി ആൻഡ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി, ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി. T is a function of t only. Okay, y അല്ല t only. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്താ, ഡോ എക്സ് സ്ക്വയർ എന്താ വരിക, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് അല്ലേ. അപ്പൊ ഡോ വൈ ബൈ ഡോ എക്സ് എന്താ വരിക, ഡോ വൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് യെസ്, ഡോ വൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ടി ഓഫ് ടി, ടി കോമൺ ആയിട്ട് എടുക്കുക, ടി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് വരും. അപ്പൊ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് പറയുമ്പോൾ ഇതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ടി കോൺസ്റ്റന്റ് ആണ്, അപ്പൊ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് വരും. whatever ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി. അപ്പോ വൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്തായിരിക്കും, ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി. ഓക്കെ, ഇനി നമ്മളത് നമ്മുടെ വേവ് ഇക്വേഷൻ എന്താ, അവർ പി ഡി വേവ് ഇക്വേഷൻ ഈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 1 by a square into dou square y by dou x square. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 1 by a square ഇൻറ്റു ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. വൺ ബൈ എ സ്ക്വയർ ഇല്ല, വെറും എ സ്ക്വയർ ആണെന്ന് അല്ലേ, വെറും എ സ്ക്വയർ ആണ്. ഓക്കെ, വെറും എ സ്ക്വയർ. എ സ്ക്വയർ ഇൻറ്റു ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ. ഇനി നമ്മൾ ടി ഉള്ള ഫോം ഒക്കെ ഒന്നിച്ചാക്കുക, എക്സിനെ ഒക്കെ ഒന്നിച്ചാക്കുക. അപ്പൊ നമുക്ക് കിട്ടുക എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ്, എക്സ് ഓഫ് എക്സ്, എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ടി ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ എ സ്ക്വയർ ഇൻറ്റു ടി ഓഫ് ടി. എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒന്നിച്ചാക്കി, ടി ഉള്ള ടേംസ് ഒക്കെ ഒന്നിച്ചാക്കി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്തത് ഇനി നമ്മൾ ഇത് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണ് വിചാരിക്കുക. സപ്പോസ് എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ടി ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ടി ഓഫ് ടി. ഇത് രണ്ടും ഈക്വൽ ആണ്. ആ ഈക്വൽ ആയിട്ടുള്ളതിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തത്. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തതെന്ന് വെച്ചാല് ഇത് ടി എക്സ് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഇത് ടി മാത്രമുള്ള ഫംഗ്ഷൻ ആണ്. രണ്ടും ഈക്വൽ ആവണമെങ്കിൽ അത് എന്തായേ പറ്റൂ, കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ ടു കെ ആയിട്ട് എടുക്കുന്നതിന്റെ സെൻസ് അതാണ്. ഇത് എക്സ് മാത്രമുള്ള ടേം ആണ്, ഇത് ടി മാത്രമുള്ള ടേം ആണ്. അപ്പൊ ഈ രണ്ട് ടേം ഈക്വൽ ആവണമെങ്കിൽ അത് രണ്ട് ടേം എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും ഈക്വൽ ആവില്ല. അതാണ് നമ്മൾ കെ എന്നുള്ള രീതിയിൽ എടുത്തത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് equal to k into x of x. That implies x double dash of x minus k into x of x is equal to 0. X double dash of x minus k into x of x is equal to 0. And t double dash of t
മൈനസ് k into a square into t of t equal to 0. ഇവിടെ നമുക്ക് രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടി അല്ലെ. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. നമ്മുടെ സാധാരണ നമ്മൾ എഴുതുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, ഹോമോജീനിയസ് ആണ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ. സോ ഹിയർ വി ഗോട്ട് 2 ordinary differential equation. Homogeneous very important. Homogeneous ആണ്, equal to 0 ആണ്. Okay, homogeneous ordinary differential equations with constant coefficient. ഏതാണ് ആ കോൺസ്റ്റന്റ്? ഇവിടെ k ആണ്, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സോൾവ് ചെയ്യണമെങ്കിൽ k പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നുള്ളതിനനുസരിച്ച് ഇതിന്റെ സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ അതായത് നമുക്ക് y ഡബിൾ ഡാഷ് പ്ലസ് my ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇതിനെ ഓക്സിലറി ഇക്വേഷൻ എഴുതും. m സ്ക്വയർ പ്ലസ് m ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ല. ഓക്കെ, m സ്ക്വയർ പ്ലസ് m ഈക്വൽ ടു 0 എന്ന് എഴുതും. ഓക്കെ, അപ്പോ നമ്മൾ ഡി ആക്കാണ്, ഞാൻ 2m ഉള്ളതുകൊണ്ട്. അപ്പൊ d സ്ക്വയർ പ്ലസ് m ഈക്വൽ ടു 0 എന്ന് എഴുതും. d സ്ക്വയർ പ്ലസ് m ഈക്വൽ ടു 0. അപ്പൊ d സ്ക്വയർ ഈക്വൽ ടു മൈനസ് m. അപ്പൊ m പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആശ്രയിച്ചിട്ട് എന്ത് വരും? ഇതിന്റെ സൊല്യൂഷൻ മാറും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ 3 കേസസ് ആയിട്ട് എടുക്കണം. 3 കേസിൽ 3 സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, സോ കേസ് 1 when k is positive. Case 1 when k is positive. Case 1 when k is positive. Okay, അപ്പൊ k പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വരും? k പോസിറ്റീവ് ആകുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? ഓക്സിലറി ഇക്വേഷൻ ഫസ്റ്റ് 1 എടുക്കുക, ഇത് എടുക്കുക, ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇക്വേഷൻ 2 എന്ന് എടുക്കുക. ഫ്രം ഇക്വേഷൻ 1 x double dash of x from equation 1 k is positive and suppose k equal to some lambda square. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ ലാംഡ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട്, ഏത് പോസിറ്റീവ് നമ്പറിനെയും ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ k equal to lambda square. Okay, അപ്പോ x double dash of x minus lambda square into x of x is equal to 0. That implies m square minus lambda square equal to 0. That implies m square equal to lambda square, and lambda square is positive. m square equal to lambda square. That implies m equal to plus or minus lambda. m equal to plus or minus lambda. Okay, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ എന്ന് കിട്ടി. m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ. അപ്പൊ വാട്ട് ഇസ് ദ സൊല്യൂഷൻ? m പ്ലസ് ഓർ മൈനസ് ലാംഡ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ലാംഡ പോസിറ്റീവ് ആണ്, റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് സൊല്യൂഷൻ ഈസ് x of x is equal to c1 e raised to lambda x plus c2 e raised to minus lambda x. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു കാണും. നമുക്ക് പോസിറ്റീവ് ആൻഡ് റിയൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ, രണ്ട് റിയൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ m1 m2 ആണ് രണ്ട് റിയൽ റൂട്ട് എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 e raised to m1x plus c2 e raised to m2x ആണ്. അപ്പൊ ഇവിടെ ഒരു സൊല്യൂഷൻ ലാംഡ ആണ്, മറ്റേ റൂട്ട് മൈനസ് ലാംഡ ആണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 e raised to lambda x plus c2 e raised to minus lambda x. ഇതുപോലെ ഇക്വേഷൻ 2 എഴുതുക. ഇക്വേഷൻ 2 ഞാൻ മാറ്റി. ഇക്വേഷൻ 2 എന്തായിരുന്നു? ഇതാണ് ഇക്വേഷൻ 2. t double dash of t minus k into a square into t of t equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് പറയാം? ഫ്രം ഇക്വേഷൻ 2
ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ ഈക്വൽ ടു ലാംഡ സ്ക്വയർ എ സ്ക്വയർ. എം സ്ക്വയർ ഈക്വൽ ടു ലാംഡ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് എം ഈക്വൽ ടു plus or minus lambda a, plus or minus lambda a. അപ്പൊ what is t of t? T of t equal to c1 e raised to lambda a t plus c2 e raised to minus a lambda t. a lambda t എന്നോ അല്ലെങ്കിൽ lambda a t എന്നോ അങ്ങനെ ആണെങ്കിൽ എഴുതാം. പക്ഷെ ഇവിടെ ഞാൻ c1 c2 ന് പകരം c3 c4 യൂസ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് c3 c4. Okay, so what is the general solution? General solution is y of x comma t equal to c1 e raised to lambda x plus c2 e raised to minus lambda x into c3 lambda at, c3 e raised to lambda at, c3 e raised to lambda at plus c4 e raised to minus lambda at. Okay, that is the general solution. Okay, ഇത് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുക. എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആയിരിക്കും എന്ത് സൊല്യൂഷൻ. ഇത് ഏത് കേസിലാണ്? കെ പോസിറ്റീവ് ആവുന്ന കേസിൽ അല്ലെ. ഇനി കെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. വെൻ കെ ഈസ് നെഗറ്റീവ്, കേസ് 2, വെൻ കെ ഈസ് നെഗറ്റീവ്, കേസ് 2, വെൻ കെ ഈസ് നെഗറ്റീവ്, k less than 0. അപ്പൊ k നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ലാംഡ സ്ക്വയർ എഴുതാം. ഓക്കെ, k പോസിറ്റീവ് ആണെങ്കിൽ k is a സ്ക്വയർ ഓഫ് സം നമ്പർ. ഇനി k നെഗറ്റീവ് ആണെങ്കിൽ k is a നെഗറ്റീവ് ഓഫ് എ സ്ക്വയർ ഓഫ് എ സം നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ നെഗറ്റീവ് ആയിരിക്കും k. ഓക്കെ, അപ്പൊ k ഈക്വൽ ടു മൈനസ് ലാംഡ സ്ക്വയർ എഴുതാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സ് ഓഫ് എക്സ് എന്ത് വരും? എക്സ് ഓഫ് എക്സ് is equal to അല്ലെ, എക്സ് ഓഫ് എക്സിന്റെ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ ഞാനത് മാറ്റി കളഞ്ഞുകൊണ്ടാണ്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് ലാംഡ സ്ക്വയർ എന്ന് വരും. എം സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ എന്നുള്ളത് എന്തായി, കെ എന്നുള്ളത് എന്തായിട്ട് മാറും? എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് ലാംഡ സ്ക്വയർ. അപ്പൊ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ ഐ. ഓക്കെ, എം ഇംപ്ലൈസ് എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ ഐ, പ്ലസ് ഓർ മൈനസ് ലാംഡ ഐ. m equal to minus lambda square ആകുമ്പോൾ m equal to plus or minus lambda. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? x of x is equal to c1 cos lambda x plus c2 sin lambda x. ഓക്കെ, ഈ കോൺസ്റ്റൻസ് ഒക്കെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറലി അതൊക്കെ മാറും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി ഫ്രം ഇക്വേഷൻ 2 എം സ്ക്വയർ ഈക്വൽ ടു എന്താവും? എം സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ എ ഐ ആവും. ഓക്കെ, ഫ്രം ഇക്വേഷൻ 2 എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ലാംഡ സ്ക്വയർ ആവും. ദാറ്റ് ഇംപ്ലൈസ് എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ലാംഡ ഐ. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ടി ഓഫ് ടി ഈക്വൽ ടു c1 കോസ് എ ലാംഡ ടി പ്ലസ് c3 എന്ന് വിളിക്കാം, c3 c4 sin a lambda t. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അതാവുമ്പോൾ നമ്മൾ 3 കേസസ് പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? പോസിറ്റീവ് റൂട്ട് ആകുമ്പോൾ 2 റിയൽ റൂട്ട് ആകുമ്പോൾ ഒരെണ്ണം, 2 കോംപ്ലക്സ് റൂട്ട്. ഇത് കോംപ്ലക്സ് റൂട്ട് ആണ്. അപ്പൊ കോംപ്ലക്സ് റൂട്ടിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി. c1 cos lambda x plus c2 sin lambda x. അപ്പൊ ഇവിടെയും കോംപ്ലക്സ് റൂട്ട് ആണ്. അപ്പൊ c3 cos a lambda t plus c4 sin a lambda t. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? y of xt equal to c1 cos lambda x plus c2 sin lambda x into c3 cos a lambda t plus c4 sin a lambda t. Okay,
നെക്സ്റ്റ് നമ്മൾ ഇനി കേസ് 3 എടുക്കുക. കേസ് 3. അപ്പൊ ഓരോ കേസിലും എന്താണ് ജനറൽ സൊല്യൂഷൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, കേസ് 3. കേസ് 3 when k equal to 0. k equal to 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x ഡബിൾ ഡാഷ് ഓഫ് x is equal to 0 എന്ന് കിട്ടും. t ഡബിൾ ഡാഷ് ഓഫ് t equal to 0 എന്ന് കിട്ടും. നിങ്ങൾ അത് നോക്കിയാൽ മതി. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പുകളിൽ kക്ക് 0 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക നോക്കിയാൽ മതി. അപ്പൊ x എന്താ വരിക? x of x is equal to c1 x plus c2. x of x, x ഡബിൾ ഡാഷ് ഓഫ് x 0 കിട്ടണമെങ്കിൽ x of x എന്തായിരിക്കണം? c1 x plus c2 ആയിരിക്കണം. t of t എന്തായിരിക്കണം? t of t equal to c1 t plus c3 t plus c4. അപ്പൊ ജനറൽ സൊല്യൂഷൻ തരും. ജനറൽ സൊല്യൂഷൻ y of x, t equal to y of x, t equal to c1 x plus c2 into c3 t plus c4. ഓക്കെ, അപ്പൊ നമുക്ക് 3 കേസിലും എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ഇതെപ്പോഴാണ് k ഈക്വൽ ടു 0 ആകുമ്പോൾ. k 0 ആകുമ്പോൾ ഇതാണ് സൊല്യൂഷൻ. k നെഗറ്റീവ് ആകുമ്പോൾ ഇതാണ് സൊല്യൂഷൻ. k പോസിറ്റീവ് ആകുമ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ 3 കേസിലും നമുക്ക് എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, പക്ഷെ ഇൻ ദ പ്രോബ്ലം ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്, ഒരു വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിന്റെ പ്രോബ്ലത്തിൽ, ഇൻ ദ പ്രോബ്ലം ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിങ് y എപ്പോഴും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. y എന്തായിരിക്കും? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. വൈബ്രേറ്റിംഗ് സ്ട്രിങ് y is a periodic function of x and t. x ലും t ലും y എന്തായിരിക്കും? x and t. ഓക്കെ, പീരിയോഡിക് ഫംഗ്ഷൻ ഇൻ x and t. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷനെ ജനറലി എങ്ങനെ പറയാം? ഓക്കെ, അപ്പൊ നമുക്ക് ജനറലി സൊല്യൂഷനെ എങ്ങനെ പറയാം? ജനറലി സൊല്യൂഷനെ നമുക്ക് അതായത് k നെഗറ്റീവ് ആവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് y of x, t equal to a cos lambda x plus b sin lambda x into c cos a lambda t plus d sin a lambda t. Okay, d sin a lambda t. Okay, അപ്പൊ എനിവേ ഇതൊക്കെ ഈ 3 കേസാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, 3 കേസ്. k പോസിറ്റീവ് ആകുമ്പോൾ, k നെഗറ്റീവ് ആകുമ്പോൾ, k 0 ആകുമ്പോൾ. അപ്പൊ 3 കേസിലും നമ്മൾ ജനറൽ സൊല്യൂഷൻ കിട്ടി. അപ്പൊ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ സൊല്യൂഷൻ x മാത്രമുള്ള ഒരു ഫംഗ്ഷന്റെയും t മാത്രമുള്ള ഫംഗ്ഷൻസിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്ത ശേഷം അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടിട്ട് വേവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് x മാത്രമുള്ള ടേംസ് ഒന്നിച്ചാക്കുക, t മാത്രമുള്ള ടേംസ് ഒന്നിച്ചാക്കുക. അപ്പോൾ നമുക്കൊരു ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിൽ ആ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിൽ k, നമ്മൾ ഈ രണ്ട് ടേംസ് ഒന്നിച്ചാക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ ആവുന്ന ടേം k ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ k പോസിറ്റീവ് ആകുമ്പോൾ ആ ഹോമോജീനിയസ് ഡിഫറൻഷ്യലിന്റെ സൊല്യൂഷൻ ഒന്നായിരിക്കും. k നെഗറ്റീവ് ആകുമ്പോൾ വേറെ സൊല്യൂഷൻ ആയിരിക്കും. k 0 ആകുമ്പോൾ മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ കെയുടെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനനുസരിച്ച് ജനറൽ സൊല്യൂഷന്റെ ഫോം മാറും. ഓക്കെ, ഇതാണ് ഒരു വേവ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇത് യൂസ് ചെയ്തിട്ട് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സോൾവ് ഒബ്റ്റൈൻ ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ജനറൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വേവ് ഇക്വേഷന്റെ പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ജനറൽ സൊല്യൂഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തരും. ആ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ, ബൗണ്ടറി കണ്ടീഷൻ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം.
ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് അതിലെ ടേംസ് എന്നിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അതൊരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇനി മുതൽ ഞാൻ ചിലപ്പോൾ ഡെയിലി ഒരു 2 ലെക്ചേഴ്സ് ഒക്കെ ഇടും. ഇന്ന് ഞാൻ ഇടുന്നില്ല, അടുത്ത ആഴ്ച മുതൽ ഡെയിലി 2 ലെക്ചേഴ്സ് ഇടും. അങ്ങനെ എന്നാലേ നമ്മളെ ഈ ഒരു മോഡ്യൂൾ തീരുള്ളൂ. നമുക്ക് ഈ മോഡ്യൂളിൽ വേവ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷനും ആണ് പഠിക്കാനുള്ളത്. വേവ് ഇക്വേഷന്റെ പ്രോബ്ലംസും ഹീറ്റ് ഇക്വേഷന്റെ പ്രോബ്ലംസും ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കും ആ മോഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നമ്മൾ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു.